ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ നക്ഷയിൽ പോകാണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വരികയാണ്. ടീച്ചുകൂട്ടന് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ടീച്ചുകൂട്ട ഉറക്കം വരുമ്പോൾ ഇങ്ങനെ വായിൽ ആരെടുത്തിരിക്കുന്ന വെച്ചാൽ അവരെ വാറ്റിൽ കൊടുത്തിട്ട് വരും. നിങ്ങളുടെ ആർക്കെങ്കിലും മക്കൾക്ക് ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ പറയട്ടെ. ടീച്ചുകൂട്ട അങ്ങനെ പൊന്നാ അല്ലേ? ആരെടുത്തിരിക്കുന്ന വെച്ചാൽ അപ്പം അവരെ വായിൽ കൊണ്ട് ടീച്ചുകൂട്ടൻ തരും അല്ലേ? ഞങ്ങൾ കുറച്ച് നേരം ഇറങ്ങിയിട്ട് അക്ഷയിൽ പോയിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. 3 മണി ആവാനായി. ഞങ്ങൾക്ക് എടപ്പാൾ പോയിട്ട് ഡ്രസ്സ് എടുക്കാറുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകാനേ പടിഞ്ഞാറങ്ങാടിയിൽ നിന്ന് എടപ്പാളിക്ക് പോകാട്ടോ. നല്ല രസമില്ലേ? റോഡൊക്കെ കാണാൻ നല്ല പച്ചപ്പുണ്ടായിട്ട്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിലെത്തിയിട്ട് എടപ്പാളിനുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഡ്രസ്സ് തയ്പ്പിക്കാൻ കൊടുക്കലുണ്ട്. ഇവിടെയാണ് കൊടുക്കാറ്. അപ്പോൾ പിന്നെ അവിടെ വന്നിട്ട് നമ്മൾ ചോദിച്ചിട്ട് അവിടെ തന്നെ തുണി എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ഥിരം കൊടുക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ ആളെടുത്താണ് കൊടുക്കുന്നത്. ടീച്ചുകൂട്ട അപ്പോഴത്തേന് നല്ലൊന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉറക്കം കഴിഞ്ഞിട്ട് പിന്നെ എണീച്ചതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ തുണിയൊക്കെ എടുത്തിട്ട് കൊടുത്ത് അളവൊക്കെ എടുക്കുമ്പോൾ ടീച്ചുകൂട്ടൊന്ന് കറിയൊക്കെ ചെയ്തേ. ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അളവൊക്കെ എടുത്തിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത് പോയത് ടീച്ചുവിനൊരു ഷൂ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അവിടെ അടുത്ത് തന്നെയുള്ള ഷോപ്പിക്കാണ് പോയത്. ഉറക്കം കഴിഞ്ഞിട്ടില്ല, അതാണ് വയൽ വരലിട്ട് നിൽക്കണത്. ടീച്ചുവിന് ഏതാ ഇഷ്ടപ്പെട്ട്? കാൽമുട്ടിട്ടുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞ് ഇതാണ് ഇഷ്ടപ്പെട്ടത്. പിങ്ക് ഉണ്ട്. പിന്നെതാ ഇതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സൈസ് പിങ്ക് സൈസ് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ആ സൈസിനുള്ളത് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവരതെടുക്കാൻ പോയിട്ടിരുന്നു. എന്താ പറയുന്നത് കേട്ടോ, അച്ഛനോട് അതിന് ലൈറ്റ് കത്തുമായിരുന്നു, പോയതാ. അവിടുന്ന് ഓരോ ചെരുപ്പിട്ട് നിൽക്കുമ്പോഴും ഓരോണ്ണത്തിൻ്റെ ലൈറ്റ് കത്തും, അടുത്തതിൻ്റെ ലൈറ്റ് കത്തൂല്ല, അങ്ങനെ ഇരുന്നിട്ടാ. അമ്മയ്ക്കാ എനിക്കാണ് കേട്ടാ ചെരുപ്പ്. അമ്മയ്ക്കിതാ ഏട്ടനതല്ലേ ഇഷ്ടപ്പെട്ടെ? കയ്യിലുള്ളതല്ലേ? എനിക്കും ഏട്ടൻ്റെ കയ്യിലുള്ളതിന് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളിത് മാറ്റാൻ നിൽക്കുക. അത് എനിക്ക് ഇടാൻ വേണ്ടി ചെരുപ്പ് കൊടുത്ത് നിൽക്കുക കേട്ടോ. എനിക്ക് വേണ്ടത്, അമ്മയ്ക്ക് വേണ്ട. അവിടെ വെക്കി. ടീച്ചിന് ചെരുപ്പ് കിട്ടിയില്ലല്ലേ? ഫസ്റ്റ് കയറി കടയിൽ ടീച്ചിന് ചെരുപ്പ് കിട്ടില്ല. അപ്പം ഞങ്ങൾ രണ്ടാമത് വേറെ കടയിൽ കയറാൻ പോവാം. വേറെ കടയിൽ കിട്ടുണ്ടാവില്ല ഏട്ടാ? ഞങ്ങളിപ്പോൾ എടപ്പാൾ സെൻ്ററിലാണ്. നമ്മുടെ എടപ്പാൾ സെൻ്റർ. ഞാൻ വണ്ടിയിലിരുന്നിട്ട് ഇങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഫോണൊക്കെ ഇങ്ങനെ കുടുങ്ങുന്നത് കേട്ടോ. ഡിസ്റ്റർബൻസ് ഉണ്ടോ? നമ്മളിതാ പൊന്നാനി റോഡിന് പോവുകയാണേ. ഇവിടെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെയുള്ള കുറച്ച് ഷോപ്പിലൊക്കെ കയറി. മെയിൻ പ്രശ്നം എടപ്പാൾ ഇതാണ്. ഒരു കടയുടെ മുന്നിലും വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. 2 വീലറൊക്കെ എങ്ങനെയെങ്കിലും പാർക്ക് ചെയ്യാം, പക്ഷെ കാർ തീരെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അതവിടെ വെൽപ്പാലൊക്കെ കുറച്ചായിരിക്കണം വന്നിട്ട്. അപ്പോൾ അതും കൂടെ ഇപ്പോൾ പിന്നെ എടപ്പാളം കൂടെ തൃപ്തിയായി. എവിടെയും വണ്ടി ഇടാൻ സ്ഥലമില്ല. മുന്നൊക്കെ എന്നാലും ഇത്തിരിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറായിട്ടൊക്കെ വന്നിട്ട് 2-3 കടയിലൊക്കെ കയറണമെങ്കിലൊക്കെ പാർക്കിംഗ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂടെ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ട്. ഇതെന്താണെന്ന് പറയുക, ഹിറ്റാച്ചി ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ JCBനെ കാണിക്കുക അമ്മ പറഞ്ഞിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. അതാ ബാക്കിൽ ഭയങ്കരമായിട്ടുള്ള നോട്ടമാണ്. എടപ്പാളുകാരുടെ സ്വന്തം സൈതാലിക്കുട്ടി കോംപ്ലക്സ്. അപ്പോൾ നമ്മൾ പിന്നെ ദീച്ചുവിന് ഷൂ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എടപ്പാളിലെ സൈതാലിക്കുട്ടി കോംപ്ലക്സിൻ്റെ ഉള്ളിലുള്ള കടയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് സൈതാലിക്കുട്ടി കോംപ്ലക്സിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലുള്ള കടയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മേടിച്ചു. ഈ വൈറ്റ് ഷൂ ആണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ കടയ്ക്കൊന്നും പോയി നോക്കിയില്ല. ഇവിടെയും 2 ലൈറ്റ് കത്തുന്നുണ്ടെങ്കിലും കൂടെ ഒരെണ്ണം കുറച്ച് ഡിമാൻഡ്. പക്ഷേ അവരപ്പോൾ തന്നെ ശരിയാക്കി തരാൻ വന്നിട്ട് അവരവിടുന്ന് അപ്പോൾ തന്നെ ഇങ്ങനെ അതെടുത്തിട്ട് ശരിയാക്കി തന്നിട്ട് ശരിയാക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നേ. അവർ കണ്ടപ്പോഴാണ് അതിങ്ങനെ എപ്പോഴും ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. ഞാൻ മുന്നേ ഷോപ്പിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അവിടെ നിന്ന് കിട്ടാണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് നോക്കാം, അവിടെ വേറെ കടകളൊക്കെ ഉണ്ടല്ലോ വിചാരിച്ചാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് കൊടുത്തു കിട്ടാം. ഇവിടെ നിന്ന് ഇതിന് മുന്നേ ഞാൻ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ, അപ്പോൾ ഞങ്ങൾ എടുക്കുന്നുണ്ട് മൊത്തം വീഡിയോ എടുത്തോ, എല്ലാതും എടുത്തോ, കുഴപ്പമില്ല. അവിടെ വേറെ പുതിയ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഫ്രണ്ടിൽ, അതൊക്കെ എടുത്തോ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ എടുത്തോ പറഞ്ഞിട്ട്
അപ്പം അതിനിടയിൽ ഒരാൾ വന്ന് ചേച്ചിയുണ്ട് മുഖം കണക്കി എടുത്തിട്ട് അതൊക്കെ പറഞ്ഞ സവൻ ഞാൻ ഒന്ന് വെറുതാക്കിയിട്ടുണ്ട്. എന്താ അതിന് നമ്മളൊക്കെ വീഡിയോ എടുത്ത പറയുമ്പോൾ സന്തോഷം കുഴപ്പമില്ല, എടുത്ത വീഡിയോ എടുത്ത രസമുണ്ടായിരുന്നു സന്തോഷം. ഇപ്പം നമ്മളെ മൊത്തത്തിൽ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പൊന്നാനി റൂട്ടിൽ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലുള്ള കടയിലാണ്. അപ്പോൾ അകത്തുള്ളവർ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നല്ല പ്രോത്സാഹനം ഫുൾ വീഡിയോ പറയുന്ന ഷോപ്പാണ്. ഇപ്പം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചായ എടുക്കുന്നത് അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ആ ചായ നല്ല കഴിക്കുക. അവിടുന്ന് കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ കുറേ ചായ കുടിക്കാൻ അവിടെ നിന്ന് ചായ കുടിക്കാൻ ഞങ്ങൾ അറിഞ്ഞിട്ട് ചായ എടപ്പാൾ സാധാരണ ഞങ്ങളെപ്പം കയറുന്നിട്ട് കുടിക്കുന്നത്. ഇവിടുന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ നിന്ന് ചായ കുടിക്കുന്നത്. വാങ്ങി ചായ കുടിച്ചിട്ട് ഞങ്ങൾ വണ്ടി കിടക്കുന്നിടത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ എടപ്പാളത്താണ് നമ്മുടെ പൊന്നാനിയിൽ കൂട്ടിലേക്കുള്ള ബസ് സ്റ്റാൻഡ് ഇട്ടാ ബസ് സ്റ്റോപ്പ്. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇങ്ങനെ നടക്കുന്ന വഴിയിൽ തന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യും ഇവിടെ. അപ്പോൾ തീച്ചുകൂട്ടിന് ഡ്രസ്സ് കൊടുത്ത് ഷെയ്പ്പ് കൊടുത്ത് ഷൂ എടുത്തില്ല കുഞ്ഞെ, ഷൂ ഒക്കെ എടുത്തില്ലേ? അതമ്മ ബാക്കിൽ വെച്ചിട്ടുണ്ട്. അതമ്മ ബാക്കിൽ വെച്ചിട്ടുണ്ട്, ബാക്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടാ. ആരുടെ ബാക്കിൽ ഷൂ എടുത്ത് തീച്ചുകൂട്ടി ചായ കുടിച്ച് അല്ലേ പൊന്നെ, ചായ ഒക്കെ കുടിച്ച് നീ ഞങ്ങൾ ടാറ്റയിട്ട് പോവാട്ടാ. നമ്മളെങ്ങോട്ട് ടാറ്റയിട്ട് പോണേ പൊന്നെ? അമ്മമ്മയുടെ വീട്ടിലേക്കാ. ഇന്നലെ ഒരാഴ്ചയൊക്കെ ആയി പറയാൻ തുടങ്ങിയിട്ട് അമ്മമ്മയുടെ വീട്ടിൽ പോകണം, അമ്മമ്മയുടെ വീട്ടിൽ പോകണം എന്നൊക്കെ. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകണേ. നമ്മുടെ എടപ്പാൾ പൊന്നാനി റൂട്ട് ഈ ബാറിൽ വെച്ചിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്ത്, സിനിമയുടെ പേര് സൂത്രവാക്യല്ലേ? ഷൈൻ ടോം ചാക്കോടെ ദേവലോകം ബാറിൽ ഇവിടെ വെച്ചിട്ട് സൂത്രവാക്യം. അത് പുതിയ പമ്പാട്ടാ, പുതിയ കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ വരികയാണ്. கொஞ்சம் ഫോൺ ഓഫ് ആക്കാൻ കേട്ടോ. നമുക്കൊരു പാട്ട് പാടി തരും കേട്ടോ. പാട്ട് പാടുവന്നാ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വേറെ വീഡിയോയിൽ പറയാം. കേട്ടോ.